വാറ്റ് ബിരിയാണി സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വില്ലേജ് കുക്കിംഗ് വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും സ്വാഗതമല്ല, ഒരൊന്നൊന്നര സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വൈബ് കണ്ടില്ലേ, കുടുക്ക അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ ഇതിൽ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുടുക്ക ഇങ്ങനെ വെച്ച് അടുത്ത കുടുക്ക ഇതിൻ്റെ മേലെ വെച്ച് പിന്നെ ഒരു കുടുക്ക വെച്ച് അങ്ങനെ കുടുക്കകൾ നിരത്തി വെച്ചിട്ടുള്ള ഒരു വാറ്റ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്ത് ബിരിയാണി നൗഫലെ? ഒരു അടിപൊളി വാറ്റ് ബിരിയാണി. വാറ്റ് ബിരിയാണി പോലീസ് വരുന്നത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ചിക്കനും നമ്മുടെ അരിത റൈസ് ഉണ്ട്, നമ്മൾ ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫുള്ള് ദമ്മാണ്. ദമ്മിൽ നമ്മൾ വാറ്റ് ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. കൂടെ കൂടിക്കോളി, വീഡിയോ അവസാനം വരെ കണ്ടോളി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാറ്റ് ബിരിയാണി ഉണ്ടാക്കണേ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗോ. ചുവന്നുള്ളി ചതച്ചെടുക്കുക. എല്ലാം ചതക്കൽ കഴിഞ്ഞ്, പച്ചമുളകാണ് ലാസ്റ്റ് ചതക്കാണ്ടത്. ചതക്കൽ കഴിഞ്ഞിക്കണ്. ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്. അപ്പോൾ ചതക്കലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. അടുപ്പ് സൂപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്, മസാല കൂട്ടണമൊക്കെ ഇതിലാണ്. പിന്നെ ഇതിൻ്റെ മേലെ 2-4 ലെയറുകൾ ഇതേപോലത്തെ കുടുക്കകൾ വെച്ചിട്ട് നമ്മൾ ദമ്മിടും, കനലിട്ടിട്ട് ദമ്മിടും. ഇപ്പോൾ കത്തി പിടിച്ചിട്ട് നമുക്ക് കുടുക്ക വെച്ചിട്ടുണ്ട്. കുടുക്ക ചൂടാട്ടെ. അടുപ്പ് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാക്കണേ. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചുവന്നുള്ളി ചതച്ചത് സ്വല്പം, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കട്ടോ. ഇത് സവോള നമുക്കൊരു 6 കിലോ ചിക്കൻ ഉണ്ട്, അതിനുള്ള സവോള അത് മതി. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൈ ചൂടാണ് കേട്ടോ, ഇതിൻ്റെ വായുവട്ടം കുറവാണ്. അപ്പോൾ സവോള ഒന്ന് പെട്ടെന്നാവട്ടെ. നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് സവോള ആവും. സവോള നോക്കി വെക്കാം. അയ്യോ, സവോള സെറ്റായി വെന്തക്കണ്. കണ്ട, സവോള അടിപൊളി വെന്തക്കണ്. തക്കാളി ഒരു 6 തക്കാളി റൗണ്ടിൽ അരിഞ്ഞു കേട്ടാ. മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2-2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇട്ടാ, കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ, സ്വല്പം ഒരു ഫ്ലവറിന് വേണ്ടി. നമ്മുടെ മസാല ഒക്കെ ഏകദേശം സെറ്റാക്കണം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് പിഴിഞ്ഞ് കൊടുക്കട്ടെ. ചിക്കൻ ഇടുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. വലിയ പീസാണ്, നമ്മൾ ഏകദേശം വലിയ പീസായിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തേക്കണേ. കാരണം നല്ല ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ
ഉടയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരിൽ കിടന്നിട്ട് ചിക്കൻ വേവട്ടെ. ചെറുനാരങ്ങയും തൈരും. അപ്പോൾ ചിക്കന് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് വരും കേട്ടോ. നമുക്കിത് ഒരു 10-15 മിനിറ്റ് മതി ചിക്കൻ വേവാൻ. നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് വേവിക്കാനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട് നമ്മുടെ അരി വേവിക്കാനുള്ള. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇതിൽ കിടക്കട്ടെ. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിട്ട് കൊടുക്കാം. അയ്യോ, ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് ചിക്കന് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒരു വാഴൻ്റെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വാഴൻ്റെ സ്മെല്ലൊക്കെ കൂടിയിട്ടുണ്ട് വരും അടിപൊളിയായിട്ട്. ഇനി നമുക്ക് മാവ് വെച്ചിട്ട് ഇതിനെ ദമ്മെടുക്കണം. രണ്ടാമത്തെ ലെയർ ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ദം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലെയറിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊതിനും മല്ലിച്ചപ്പും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്യ് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ നമുക്കിത് അടച്ചു വെക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഇതിൽ കനലിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് കനൽ മേലെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ കനൽ എടുക്കട്ടെ. നമ്മളെ അടുത്ത കുടുക്കയിലും നമ്മൾ കനലിട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. അടിയിലത്തുള്ള കനൽ നമ്മൾ ഒരുവിധം സൈഡിലേക്കൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് കനലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. വാറ്റ് ബിരിയാണി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഉഷാറായിട്ട്. 1 2 3 4 5 6 ലെയറായിട്ട് നമ്മൾ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ 2ലാണ് ചോറുള്ളൂ, ഇതിലൊക്കെ കനലാണ്. അപ്പോൾ അടിയിൽ കനലുണ്ട്, ഇതിൽ ചോറുണ്ട്, ഇതിൽ വാഴൻ്റെ ഇല വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ സൂപ്പറായിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ അരിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കണം. ഒരു പക്ഷേ ലൈറ്റ് കുറവുണ്ട്, ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു അരമണിക്കൂർ നേരം ഇത് ദമ്മിൽ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് എന്തായാലും ഞങ്ങൾ വീഡിയോയിൽ കാണിക്കും ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വാറ്റ് ബിരിയാണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ ഒരു തകർപ്പൻ കുക്കിങ്ങുമായിട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.